വേദിയിലും സദസ്സിലിരിക്കുന്ന മഹാത്മാക്കൾ, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് വളരെ അധികം സന്തോഷത്തോടു കൂടി. കാരണം 2016 ഞാൻ പഞ്ച കൈലാസങ്ങൾ ചെയ്തു തീർത്തത്. 2016 ഒട്ടനവധി സ്വീകരണങ്ങൾ, ആദരവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത്, എൻ്റെ സ്വന്തം സ്ഥലത്ത് എനിക്ക് ഇതുവരെയും ഒരു ആദരവോ സ്വീകരണമോ ആരും നൽകിയിട്ടില്ല. 2016 മുതൽ ഞാൻ പഞ്ചകൈലാസി സ്വാമി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ 26 ഇപ്പോൾ 10 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇപ്രകാരം സ്വന്തം ജനിച്ച നാട്ടിൽ ഒരു അംഗീകാരം തരുന്നത്. അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ശാഖാ സെക്രട്ടറി സനൽ, ബാക്കി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അമ്മമാര്, സഹോദരിമാര്, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ജനിച്ച് വളർന്ന ആളാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ 50 വർഷം പിന്നിലോട്ട് എൻ്റെ മനസ്സ് സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ 2ാം നമ്പർ ടെർമിനൽ ഇരിക്കുന്ന സ്ഥലത്ത് ഗുരുദേവ പൂജകളും മറ്റുമൊക്കെ നടത്തി വന്നിരുന്ന ആ സംവിധാനമാണ് ഇന്ന് ഇവിടെ ഇപ്രകാരം പ്രവർത്തിച്ച് വരുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട്, ഒരുപാട് യുവാക്കളുടെ ഒക്കെ സഹനമുണ്ട്, സമരമുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലൊരു ഫ്ലാഷ് ബാക്ക് പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരൊക്കെ ഇവിടെ ധർണ നടത്തിയത്, ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയത്, പിന്നെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് കല്ല് വന്നു, മണ്ണ് വന്നു, അങ്ങനെ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സനൽജിയുടെ ശക്തമായ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്വീകരണം തന്നതിൽ. പിന്നെ ഒരു അബദ്ധ ധാരണയുണ്ട്, പഞ്ചകൈലാസി എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം കൈലാസം ചെയ്ത ആള് എന്ന്. അങ്ങനെയല്ല, കൈലാസങ്ങൾ നിരവധിയുണ്ട്. അതിൽ 5 കൈലാസങ്ങൾ ചെയ്ത ആള് എന്നാണ് അർത്ഥമാക്കേണ്ടത്. എന്തിനാണ് കൈലാസം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ്. സന്യാസിമാരുടെ ജീവിത ലക്ഷ്യമാണ് മോക്ഷപ്രാപ്തി. ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ കൈലാസങ്ങളും മറ്റും ചെയ്യുന്നത്. കാരണം മോക്ഷദാതാവ് ശിവനാണ്. അപ്പം ശിവസന്നിധിയിൽ മരണാനന്തരം എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കെ ശിവസന്നിധി അല്ലെങ്കിൽ ശിവന്റെ വാസസ്ഥാനം കണ്ടിരിക്കണം. അതിനാണ് കൈലാസ യാത്രകൾ ചെയ്യുന്നത്. അത് ഗൃഹസ്ഥാശ്രമികളായാലും ശരി, സന്യാസിമാരായാലും ശരി. ഇവിടെ നമുക്കറിയാം, കലിയുഗത്തിലെ ധർമ്മച്യുതിയാണ്. ധർമ്മച്യുതി എന്ന് പറഞ്ഞാൽ സന്യാസിമാര് ധർമ്മഭ്രഷ്ടരാണ്, ഗൃഹസ്ഥാശ്രമികളും ധർമ്മഭ്രഷ്ടരാണ്. പണ്ടുകാലത്തൊക്കെ സന്യാസിമാരെ സംരക്ഷിച്ചു പോന്നിരുന്നത് ഗൃഹസ്ഥാശ്രമികളായിരുന്നു. കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ സന്യാസിമാരെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ നൽകുമായിരുന്നു. ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല. ഒരു സന്യാസിമാരെ പോലും ഒരു ഗൃഹസ്ഥാശ്രമികളും അവരവരുടെ വീടുകളിൽ കയറ്റുകയോ അവരെ സംരക്ഷിക്കുകയോ അവർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ് ഇന്നത്തെ സന്യാസിമാർ, എന്നെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സന്യാസിമാരുടെ അവസ്ഥ. വലിയ പ്രസ്ഥാനങ്ങളും മറ്റും അപ്രകാരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ല. അവിടെ കോടിക്കണക്കോ ലക്ഷക്കണക്കോ രൂപ കൊണ്ട് നൽകുവാൻ ആൾക്കാരുണ്ട്, സംഭാവനകൾ ദക്ഷിണയായി നൽകുവാൻ ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സന്യാസിമാരെയും ആരും ബഹുമാനിക്കുന്നില്ല. അത് അർഹതയുണ്ടെങ്കിൽ പോലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും, യോഗ്യത ഉണ്ടെങ്കിൽ പോലും ആരും ഗൗനിക്കുന്നില്ല. ഇതൊരു പരിതാപകരമായ അവസ്ഥയാണ്. അത് ഗൃഹസ്ഥാശ്രമികൾ ശ്രദ്ധിക്കണം.
എന്നൊരു അപേക്ഷ കൂടെ വെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എനിക്ക് നല്ലൊരു സ്പീച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തം സ്ഥലത്തിൽ നല്ലൊരു സ്പീച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയത് കാരണം ഞാൻ ബാക്കി ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമഃ ശിവായ. ഓം